ഈ കുട്ടിയെ വീട്ടിന്റെ അടുത്ത് വാതിലിന്റെ അടുത്ത് കൊണ്ടുവന്നപ്പോ ഈ വാപ്പ കണ്ടിട്ട് കരഞ്ഞു പോയി. അല്ലാ, ഇതെന്റെ മോനാണല്ലോ എന്നിട്ട് കരഞ്ഞു. പിന്നെ ഈ വാപ്പ ചെയ്ത പരിഹാരമാണ് ഷെഹറാനി ഇമാം അവിടെ ഉദ്ധരിക്കുന്നത്. ഇതാ പരിഹാരം എന്നറിയോ? അന്ന് പാതിരാത്രിക്ക് ദീർഘനേരം അള്ളാഹുവിനോട് ദ്വാരന്നിട്ട് പറഞ്ഞു, എൻ്റെ മോനെ നന്നാക്കാൻ എന്നെ കൊണ്ടൊന്നാവില്ല, നീ തന്നെ നന്നാക്കണേ. അത്ഭുതം ഉണ്ടായി. പിന്നെ ആ മോൻ ജീവിതത്തിൽ ഒരു തുള്ളി കള്ളുടിച്ചിട്ടില്ല. കാരണം അർഷിന്റെ റബ്ബ് ഏറ്റെടുത്താൽ പിന്നെ എന്ത് പ്രശ്നം? അല്ല ഏറ്റെടുത്താൽ എന്താ പ്രശ്നം? അള്ളാഹു നമ്മളെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ല. എൻ്റെ റബ്ബ് ഏറ്റെടുക്കണം എന്ന് വിചാരിച്ച് ആത്മാർത്ഥമായി ഉമ്മവാപ്പമാര് നിരന്തരം ദ്വാരക്കണം. മുത്തബറക്ക് ബിഹിയായ സ്വാലിഹീങ്ങളാണെന്ന് നമുക്ക് തോന്നുന്ന ആരൊക്കെ ഉണ്ടോ അവരടുത്തൊക്കെ പോയിട്ട് പറയണം, എൻ്റെ മോനിക്ക് വേണ്ടി ദ്വാരക്കണം, മക്കളൊക്കെ സ്വാലിഹീങ്ങളാക്കിട്ടാണ്. അങ്ങനെയാ നാളെ തങ്ങന്മാരെല്ലാം വന്നാൽ ദ്വാരപ്പിക്കേണ്ടത്. നമുക്ക് വെറും ദുന്യാവാണ്, അതാണ് പ്രശ്നം. തങ്ങളെ ദ്വാരക്കണേ, എന്ത് വീടിന്റെ 2ാം നിലന്റെ വാർപ്പാണ് നാളെ. ഞാൻ എന്തായിരിക്കും തന്നെ ഇതന്നെ നമ്മളെ പരിപാടി. സാറേ ഇടയ്ക്കിടയ്ക്ക് പോലീസ് പിടിക്കുന്നുണ്ട് ബൈക്ക്, എന്തെങ്കിലും ദിക്കറുണ്ടാകും. ഈ നടന്നിട്ട് പോയാൽ മതി, ദിക്കറ് ചൊല്ലിക്കോണ്ട് പിടിക്കുകയേ ചെയ്യും. ഇങ്ങനെ ദുനിയാവിൽ കെട്ടിമറിഞ്ഞിട്ടുള്ള ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ മതിയാക്കിയിട്ട് എൻ്റെ മക്കളൊന്ന് നന്നായി കിട്ടണം. അത് ദുന്യവിയും ഉഖ്റവിയുമായ കാര്യമാണ്. ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയത്തിനാ ഖുർറത അയുൻ, കൺകുളിർമയായ, കാണുമ്പോൾ തന്നെ സന്തോഷം. മക്കളെ കുറിച്ച് പറയുമ്പോൾ അഭിമാനം ഉണ്ടാവണം. നമ്മളോട് നമ്മളുടെ മക്കളെ കുറിച്ച് ഇങ്ങനെ പറയുകയാണെങ്കിൽ, നിങ്ങളെ മോനതാടാ റോഡ് സൈഡിൽ കള്ളു കുടിച്ച് ബസ് സ്റ്റോപ്പിൽ കിടക്കുന്നു, നിങ്ങളെ മോളതാ ഒരുത്തൻ്റെ കൂടെ കാഫറിൻ്റെ കൂടെ ഒളിച്ചോടി പോയിട്ട് അല്ലാഹുവേ നീ കാത്തുരക്ഷിക്കണേ റഹ്മാൻ. ഇങ്ങനെല്ലാം കേട്ടാൽ പിന്നെ എന്തിനാ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കണം? അതില്ലാതിരിക്കാൻ ആദ്യം നമുക്ക് ഉണ്ടാവേണ്ട, വേറെ ഏത് പരിഹാരം നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അസ്വാനിഹു അല്ലാഹ്, അള്ളാഹു ആണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് എന്ന വിശ്വാസം നമുക്കുണ്ട്. ആ റബ്ബിനോട് നമ്മൾ തേടണം, എൻ്റെ മക്കൾ നന്നായിക്കട്ടെ. ഇത് സൂഫിയാക്കൾ അവരുടെ മക്കളെ നന്നാക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടിപ്പ് അത്തഫ്വീലു അള്ളാഹുലേക്ക്, ഇലല്ലാഹ്, അള്ളാഹുലേക്ക് ഏൽപ്പിക്കലാണെന്ന് ഇമാം ഷെഹറാനി തങ്ങളുടെ തംബീഹുൽ മുഖ്തരീൻ എന്ന കിതാബിൽ കാണാം. ഇതാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. ഇത് കുറേ വിശദീകരിക്കേണ്ടതാണ്. പക്ഷെ നമ്മുടെ ഒരു നിശ്ചയിക്കപ്പെട്ട ഒരു സമയത്തിനുള്ളിൽ ഒരു വിഷയത്തിന്റെ പൂർത്തീകരണം ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ ആ വിഷയം തൽക്കാലം ഒരു സെമിക്കോളിനിട്ട് നിർത്താം. ഇത് നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. പ്രധാനമായിട്ട് സംസം വെള്ളം കുടിക്കുന്നതിൻ്റെ മുമ്പ്, തഹജ്ജുദ് നിസ്കാരത്തിന്റെ ശേഷം, അതുപോലെ ഫർള് നിസ്കാര ശേഷം, ഇതാണ് നമുക്ക് സാധാരണ ഉണ്ടാകുന്ന സമയങ്ങൾ. ഈ സമയത്തൊക്കെ മക്കൾക്ക് വേണ്ടി ദ്വാരക്കണം. വേറെ എന്ത് ദ്വാരന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, മക്കളൊന്നും നന്നായി കിട്ടും. അവര് നമ്മുടെ സ്വലാഹിയത്തിന്റെ കുട്ടികളായി മാറണം. അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് അർത്ഥമുണ്ട്. അതെ, ലാ തദഉ അലാ ഔലാദിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വസിയത്താണത്. നിങ്ങൾ ഒരിക്കലും മക്കൾക്കെതിരെ ദ്വാരക്കാൻ പാടില്ല, ഒരു കാരണവശാലും. ഈ ദുആ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയ്യെല്ലാം പൊന്തിച്ച് ലൈറ്റെല്ലാം ഓഫാക്കി അങ്ങനല്ല കേട്ടോ. അങ്ങനെയൊന്നും ദുആഇന് താല്പര്യമില്ല. ലൈസ ലിദ്ദുആഇ അൻ യതലഫ്ഫദ്, ബുജൈരിമിയുടെ ഇബാറത്താണ്. ദുആഇന് അങ്ങനെ വാക്കൊന്നും വേണ്ട. നമ്മൾ നമ്മളെ പിള്ളേരെ കുറിച്ച് ഇതെല്ലാം എന്താ നന്നാവാത്തത്, ഓൻ്റെ ഭാര്യനെ കൂട്ടിയിട്ട് ഏടെല്ലാം പോകുന്നു, എന്നോടൊരു വാക്ക് പറയുന്നില്ലല്ലോ, ഉമ്മ ശപിച്ച് മനസ്സുകൊണ്ട്, അതോ എൻ്റെ ജീവിതത്തിൽ ബാധിക്കും. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. വിവരമില്ലാത്ത വിവരം കെട്ട രക്ഷിതാക്കളാണ് മക്കളെ ശപിക്കുന്നതും മക്കൾക്കെതിരെ ദുആ ചെയ്യുന്നതും എന്ന് ഹുസ്നുത്തനബ്ബുഹ് ലിമാ വറദ ഫി തശബ്ബുഹ് എന്ന ഗ്രന്ഥത്തിൽ നജ്മുദ്ദീൻ അൽ ഹുസി തങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരിക്കലും. വിവരമില്ലാത്ത വാപ്പമാരും ഉമ്മമാരാണ് അത് പറയാം. നീ എൻ്റെ മോളല്ല, നീ എൻ്റെ മോനല്ല, നീ എൻ്റെ വീട്ടിൽ കയറണ്ട, എനിക്ക് അങ്ങനത്തെ ഒരു മോനില്ല, അതൊന്നും പറയാൻ പാടില്ല. കാരണം ആ കുട്ടിക്ക് പിന്നീട് നന്നാവണം എന്ന് തോന്നി. ആ കാമുകന്റെ കൂടെ ഒളിച്ചോടി പോയ ഒരു പെൺകുട്ടിക്ക് നന്നാവണം തോന്നി. ആ കാമുകനെ ഒഴിവാക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ വാതിലടച്ചനല്ലോ. അള്ളാന്റെ വാതിൽ ഓപ്പൺ ആണ്, പക്ഷെ നമ്മൾ ക്രൂരന്മാരായ നമ്മൾ വാതിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹുവിന്റെ മഗ്ഫിറത്തും
അള്ളാഹുവിന്റെ മാപ്പ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് ഇസ്ലാമിൽ. ചെയ്യാൻ പാടില്ല ഒരിക്കലും. വലാ തദു അലാ ഔലാദിക്കും, മക്കൾക്കെതിരെ ഒരിക്കലും ദ്വാരക്കാൻ പാടില്ല. ഇഹ്യാ ഉലൂമുദ്ദീനിൽ കാണാം, വജാ റജുലുൻ ഇലാ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഒരാൾ വന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മോനെ തീരെ പറഞ്ഞനുസരിക്കണില്ല. മഹാനവറുകൾ ചോദിച്ചു, എന്താ പ്രശ്നം? ഒരു അനുസരണക്കേട്. നീ ഹൽ ദഅൗത അലൈഹി, മകന്റെ എതിരെ എന്തെങ്കിലും ദ്വാരക്കാറുണ്ടോ? ഇല്ല. ഇല്ലേ? നീ നന്നാവില്ല അങ്ങനെ പറയാറുണ്ടോ? ഉണ്ടോ? എന്നാ വിട്ടോളൂ. ഇനി എന്റെ കേസ് എനിക്ക് ഡീൽ ചെയ്യാമെങ്കിലും നീ തന്നെ അവനെ കേടാക്കിയില്ലേ, വിട്ടോളൂ. അങ്ങനെയൊന്നും നമ്മൾ ചെയ്യരുത്. അത് വിവരമില്ലാത്ത രക്ഷിതാക്കളുടെ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും ഇഷ്ടക്കാരനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന ആളാരാ? വഹ്ശി എന്നവർ. ആ വഹ്ശിക്ക് ചാട്ടൂളിയുടെ ആയുധ പരിശീലനം നൽകിയതാരാ? ഖാലിദ് ബിനുൽ വലീദ് എന്നവർ. ആ വഹ്ശിയെ ഇതിനെ ഏൽപ്പിച്ച ആളാരാ? ഹിന്ദ് എന്ന സ്ത്രീ. ഇവര് മൂന്നാളും പിന്നീട് നബി തങ്ങളുടെ ഇടപെടൽ കൊണ്ട് സ്വഹാബിമാരെ ഇല്ലേ സ്വീകരിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയാ. എത്ര ചീത്ത വിളിച്ചാലും മുട്ടിന്റെ അടുത്ത് വന്നാൽ മാപ്പ് കൊടുക്കും. അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. അതങ്ങനെ തന്നെ. അതാണ് ഇസ്ലാം. നമുക്കൊരിക്കലും അവർക്കെതിരെ ദ്വാരക്കരുത് എന്ന് മാത്രമല്ല, കിതാബിൽ കാണാ, മഹാന്മാര് എഴുതി വെക്കുന്നതാണ്, ദ്വാ ചെയ്യരുത് എന്ന് മാത്രമല്ല, അവര് നന്നാവൂല എന്ന് നമുക്ക് മനസ്സിൽ നിരാശ തന്നെ വരാൻ പാടില്ല. കാരണം ഒരുപക്ഷെ ആ കുട്ടി എന്തെങ്കിലും നന്നായാലോ. അതിന്റെ ഒരു അപകടം എവിടെയാണെന്നറിയോ? ചിലപ്പോ ആ കുട്ടി 35-40 കൊല്ലം വല്ല രാഷ്ട്രീയത്തിൽപ്പെട്ടിട്ട് ഇങ്ങനെ കുറെ ഹറാമും തെറ്റും ഫ്രോഡും തെമ്മാടിയും ഒക്കെ ആയിട്ട് നടന്ന മോനായിരിക്കും. ആ 40 കൊല്ലം ഇല്ലാത്ത ജീവിതത്തിന്റെ പ്രശ്നം നമ്മൾ ഒരു വാക്കുകൊണ്ട് ചിലപ്പോ നീ ഒന്നും നന്നാവൂലടാ എന്നൊറ്റ വാക്കുകൊണ്ട് സംഭവിക്കാൻ സാധ്യത. അത് നമ്മൾ ചെയ്യരുത്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. മക്കൾക്കെതിരെ ദ്വാരണ വേഗം ഫലിക്കും. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ദ്വാരക്കുന്നത് കേട്ടു. അലി റളിയല്ലാഹു അൻഹു തന്റെ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, അതാരാ ദ്വാരക്കുന്നത്? ഭയങ്കര ദ്വാ ആണല്ലോ, കടുപ്പത്തിലുള്ള ദ്വാ. അയാൾ വിളിച്ചു വരി. വിളിച്ചടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അയാൾ ഒരു ഭാഗം തളർന്നിട്ടാ കാണുന്നത്. എനിക്കെന്താ പറ്റിയത്? എൻ്റെ വാപ്പ ഇടയ്ക്കിടെ ഉപദേശിക്കുക, ആ ഉപദേശം പിടിക്കാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വാപ്പാനെ ഒരിക്കൽ ഒന്ന് തള്ളിയിട്ടു. എൻ്റെ വാപ്പ കഅബന്റെ വട്ടക്കൺ എന്ന് പറഞ്ഞ കഅബന്റെ കില്ല പിടിച്ചിട്ട് ദ്വാരുന്നു, എൻ്റെ മോൻ്റെ ഒരു ഭാഗം തളർത്തണേന്ന്. അതാണ് എനിക്ക് സംഭവിച്ചത്. കണ്ടോ? കിതാബ് തവ്വാബീൻ എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു ഖുദാമൽ മഖ്ദസി റളിയല്ലാഹു അൻഹു ചരിത്രം വളരെ വിശദമായിട്ട് അതിന്റെ ബാക്കിയുണ്ട് കൊണ്ടുവരും. വേഗത്തിൽ സംഭവിക്കും. ലോകം അറിയപ്പെട്ട വലിയ പണ്ഡിതനാണ് സമഖ്ശരി എന്ന് പറയുന്ന പണ്ഡിതൻ. അയാൾ ആദ്യം മുഅ്തസിലിയായിരുന്നു, പിന്നീട് അഹ്ലുസുന്നയിലേക്ക് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ആവട്ടെ, എന്തെങ്കിലും ആവട്ടെ. ആ സമഖ്ശരി എന്ന പണ്ഡിതനോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളെ കാലെങ്ങനെ പൊട്ടിയത്, എന്താ പറ്റിയത്? ഞാനൊരു ചെറിയ കുരുവിയുടെ കാലിന് നൂല് കെട്ടിയിട്ട് ഇങ്ങനെ കളിപ്പിക്കുക. കളിച്ചോണ്ടിരിക്കുമ്പോൾ അതൊരു പൊത്തിന്റെ മേലെ കയറി, ഉള്ളിൽ കയറി. ഞാൻ അതിനെ വലിച്ചപ്പോൾ അതിന്റെ കാലൊന്ന് ഒടിഞ്ഞുപോയി. അന്നേരം എൻ്റെ ഉമ്മ ഉണ്ട് അതിനടുത്ത്. ആ കാല് പൊട്ടിച്ചില്ല, നീ കഥാഹു രുചില, എൻ്റെ കാലും ഉള്ള പൊട്ടിക്കട്ടെ. അടുത്തൊരു യാത്രയിൽ എൻ്റെ കാല് വീണ് പൊട്ടി. ഇബ്നു ഹജർ തങ്ങൾ ഈ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് അസ്നൽ മത്വാലിബ് ഫി സുലത്തിൽ അർഹാമി വൽ അഖാരിബ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നതാണ്, ഉപ്പാന്റെയും ഉമ്മാന്റെയും കുടുംബക്കാരുടെയൊക്കെ ദുആ വേഗം ഫലിക്കും. അതുകൊണ്ട് നമ്മുടെ മക്കൾക്കെതിരെ ഒരിക്കലും ദ്വാരക്കാൻ പാടില്ല. എപ്പോഴും അവർ നന്നാൻ വേണ്ടി ദ്വാരക്കണം. നമുക്ക് എത്ര ദേഷ്യം പിടിച്ചാലും, നമ്മൾ വളർത്തിയതിൻ്റെ എത്ര ഓപ്പോസിറ്റ് അവർ വളർന്നാലും, മുടിയെത്ര നീണ്ടാലും അവര് നരകം വാങ്ങാൻ നമ്മളെ നാവ് കാരണമാവാൻ പാടില്ല. ഒരുപക്ഷെ നമ്മളെ എത്ര കുട്ടികൾ നമ്മുടെ നാട്ടില് ഓന്റെ തമ്മാടിത്തം കൊണ്ട് നാട്ടിൽ ഒരാളും ഓനിക്ക് പെണ്ണ് കെട്ടിച്ചു കൊടുക്കാത്തോണ്ട് ആ കുട്ടി ഗൾഫിലേക്ക് പറഞ്ഞയക്കപ്പെട്ട് പിന്നീട് റിയാദെന്നോ ദമാമെന്നോ കുറേ കാലത്തിന് ശേഷം ഏതോ ഒരാളുടെ ക്ലാസ്സെന്നോ യൂട്യൂബ് പ്രഭാഷണത്തിന്നോ മനം മാറ്റം ഉണ്ടായി
ഉപ്പാനും ഉമ്മാനും ഹജ്ജിനും ഉംറക്കും കൊണ്ടുപോകുന്ന എത്ര ചെറുപ്പക്കാരുണ്ട്. തനി തെമ്മാടിയായിട്ട് നടന്ന കുട്ടികൾ പിന്നീട് ഉപ്പാനും ഉമ്മാനും ഹജ്ജിനും കൊണ്ടുപോയ എത്ര അനുഭവങ്ങളുണ്ട്. നമ്മളെ കുട്ടികൾ നന്നാക്കുക. അതിന് നമ്മുടെ ദുആയിൽ എപ്പോഴും അവർക്കൊരു ഇടം ഉണ്ടാവണം. അല്ലെങ്കിൽ ഈ മക്കൾക്കൊന്നും നമ്മൾ ദ്വാരക്കാണ്ട് പിന്നെ എന്തിനു വേണ്ടി നമ്മൾ ദ്വാരക്കുന്നത്? അടക്കക്ക് വില കൂടാനാ? ഈ വില കൂടിയിട്ട് എന്താ വേണ്ടിപ്പോ? പിള്ളേർക്ക് കേടുവരല്ലേന്ന് അല്ലേ? ഈ മക്കള് നന്നാവാൻ നമ്മൾ ദ്വാരക്കാണ്ട് പിന്നെ എന്തിനാ നമ്മൾ കുറെ സമയം ദ്വാരക്കണത്? ഇപ്പൊ പ്രാർത്ഥനാ സമ്മേളനങ്ങൾ കൂടുതലും ഒറ്റക്കുള്ള ദുആ വളരെ കുറവാണ്. പണ്ടൊക്കെ അങ്ങനെയല്ലല്ലോ. പണ്ടിപ്പോ ഈ പള്ളിയിൽ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഓരോരാൾ ഇങ്ങനെ വാക്കിയ മുൽക്ക് സജതെല്ലാം ഒതുക്കിയിട്ട് ഇങ്ങനെ ഒറ്റക്ക് ദ്വാരക്കുള്ളൂ. ഇപ്പൊ അത് വളരെ കുറഞ്ഞു വരും. മുജാഹിദാർ അപ്പുറം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒറ്റക്ക് ദ്വാരക്കാണ്ടൊക്കെ ചെയ്യരുത്. അത് ചെയ്യരുത്. ഏതെങ്കിലും ഒരു ആശയത്തെ ഒരാളെ എതിർത്ത് എന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ അസ്ലിയായ നന്മകൾ നഷ്ടപ്പെടാൻ പാടില്ല. അവരുടെ അഭിപ്രായത്തിൽ കൂട്ടുപ്രാർത്ഥന പറ്റൂല എന്ന് അവർക്ക് അഭിപ്രായമുണ്ട്. അതെന്താ അങ്ങനെ പറയണത്? അവര് ഇല്ല, പറ്റൂല, തെളിവില്ല. അല്ല അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മുദ്ദിനാ വഫീ സാഇനാ എന്ന് ദുആയിരുന്ന ഹദീസ് മുഅ്ജമുൽ ഔസത്തിൽ തുബ്രാനി ഇമാം ഉദ്ധരിക്കുന്നുണ്ട്. ഹദീസ് സ്വഹീഹാണെന്ന് മജ്മഉസ് സവാഇദിലുണ്ട്. വഫാഉൽ വഫ ബി അഖ്ബാരി ദാരിൽ മുസ്തഫ എന്ന ഗ്രന്ഥത്തിൽ സയ്യിദ് സുംഹൂദി തങ്ങൾ പറയണ്ടല്ലോ. അപ്പം അന്നേരം വഹാബികൾ എന്താ പറയുന്നത്? അത് റസൂൽ അങ്ങനെ ദ്വാരുന്നേ ഉള്ളൂ, സ്വഹാബത്ത് ആമീൻ പറഞ്ഞില്ല. എന്തൊരു പൊട്ടത്തരം പറഞ്ഞു. ഇപ്പൊ പത്രത്തില് പ്രധാനമന്ത്രി പ്രഭാഷണം നടത്തിയെന്നല്ലേ ഉണ്ടാവുള്ളൂ, നാട്ടുകാർ കേട്ടു എന്നുണ്ടാവോ? അതുണ്ടാവോ? അങ്ങനെ ഉണ്ടാവും? ഒരു പൊട്ടത്തരാണ്. അല്ലെങ്കിലും പൊട്ടത്തരം പറയുന്നവരാണ് അവർ. അവർക്ക് കുറേ അങ്ങനത്തെ വാദങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു വാദമാണ് ദേഷ്യം പിടിച്ചിട്ട് ത്വലാഖില്ല, ത്വലാഖാവൂല. ആരെങ്കിലും ഭാര്യനെ സ്നേഹത്തോടെ ത്വലാഖല്ലോ? ഫാത്തിമ, എന്നോട് അന്നേ ഒരു കാര്യം പറയാൻ വിചാരിച്ചു, നീ ഒന്നും വിചാരിക്കരുത്, ഞാൻ എന്നെ ത്വലാഖില്ല. ആരെങ്കിലും ചൊല്ലോ? ചങ്ങായിമാരെ ത്വലാഖ് എന്ന് പറഞ്ഞാൽ തന്നെ ദേഷ്യം പിടിച്ചിട്ടല്ലേ? അങ്ങനത്തെ കുറെ പൊട്ടത്തരങ്ങളാണ് പൊതുവെ. മരിച്ചവർക്ക് ഓതാൻ പാടില്ല. എന്താ കാരണം? തെളിവില്ല. അപ്പൊ ഇഖ്റഉ മൗതാക്കും സൂറത്ത് യാസീൻ, മരിച്ചവർക്ക് യാസീൻ ഓതണമെന്ന് സ്വഹീഹ് ഇബ്നു ഹിബ്ബാനിലില്ലേ? ഹദീസ് സ്വഹീഹാണെന്നില്ലേ? അത് മരിച്ചവർ എന്നല്ല അവിടെ അർത്ഥം, മരണമാസന്നമായവർ എന്നാണ്. അങ്ങനെ അർത്ഥമില്ല എന്നല്ല, അങ്ങനെ അർത്ഥമുണ്ട്, മരിച്ചവർ എന്നും അർത്ഥമുണ്ട് എന്നല്ലേ ഇബ്നു ഹജർ തൗസീഹ് പറഞ്ഞത്. അല്ല, അങ്ങനെ അർത്ഥം ശരിയാവില്ല, ഉറപ്പല്ലേ? മാറ്റൂലല്ലോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതൊന്നും അർത്ഥം വെച്ചേട്ടെ. കഫിനു മുത്താക്കും ബില്ലബിയം, മരിച്ചവരെ വെള്ള വസ്ത്രം കൊണ്ട് കഫൻ ചെയ്യുക. അത് അർത്ഥം വെച്ചേട്ടെ മുജാഹിദ്. കഫിനു, കഫൻ ചെയ്യുക. മുത്താക്കും, മരണമാസന്നമായവരെ ബില്ലബിയം, വെളുത്ത വസ്ത്രം കൊണ്ട്. ഏതായാലും ഇരിക്കുന്നില്ല, വിശ്വാസം മുട്ടിച്ച് കൊന്നൊക്കെ വന്യഭാരതത്തിന് പോകാനുള്ളതുകൊണ്ട് എത്തപ്പോ പറയാം. പൊട്ടത്തരത്തിന്റെ അപ്പോസ്തലന്മാരെന്നല്ല. അപ്പൊ നമ്മളെ വിഷയം അതല്ല, നമ്മളെ ഒരു ആദർശ പ്രഭാഷണമല്ല. എന്നാലും പഠിക്കേണ്ടതൊക്കെ പഠിക്കണം. അതിനാണ് ടിപ്സ് ഉദാഹരണമായിട്ട് പറയുന്നത്. അപ്പൊ നമ്മളെ മക്കൾക്ക് വേണ്ടി നല്ലോണം ദ്വാരക്കണം. ഇന്നത്തെ വയല് കഴിഞ്ഞിട്ട് എനിക്ക് കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടോ മാറ്റർ ബാക്കി പറയാനില്ലാത്തതുകൊണ്ടോ അല്ല, ഞാൻ കൊണ്ടുവന്ന നോട്ട് തുറന്നിട്ടില്ല ഇതുവരെ ആയിട്ട് ഇല്ല. പിന്നെ എന്തിനാ ഇതിങ്ങനെ എംഫസൈസ് ചെയ്ത് പറയുന്ന വെച്ചാൽ, ഇതിനേക്കാൾ അംഫ ആയ, കുട്ടികൾ നന്നാവാൻ ഇതിനേക്കാൾ ഫലമുള്ള ഒന്നില്ല. ഏതേത് ഡി അഡിക്ഷൻ സെന്ററിൽ പോയാലും അള്ള ഏറ്റെടുക്കുന്നതിനേക്കാൾ ഫലം എന്തിനാ ഉണ്ടാവുക? നമ്മളെ മക്കള് നന്നായി കിട്ടണം. അതിന് നമ്മൾ ഉപ്പയും ഉമ്മയും ഒരു കാലത്തും അവരെ ലാനത്ത് ചെയ്യരുത്, ശപിക്കരുത്, അവർക്കെതിരെ ദ്വാരക്കരുത്. അവര് നന്നാവൂല എന്ന് നമ്മളെ മനസ്സിൽ തോന്നുക പോലും ചെയ്യരുത്. ഇവനല്ലേ എപ്പാ നന്നായാലും അങ്ങനെ ഒന്നും തോന്നും. പ്രത്യേകിച്ച് ചില കുട്ടികളൊക്കെ കല്യാണം കഴിച്ച ഉടനെ ഒരു 1-2 കൊല്ലമൊക്കെ ഈ ഭാര്യമാരുമായിട്ട് കൂടുതൽ സല്ലപിക്കുന്നതിന്റെ ഭാഗമായിട്ട് യാത്ര പോകും, ട്രിപ്പ് പോകും. അതൊക്കെ ഹലാലല്ലേ? അതിനൊക്കെ എന്തിന് ഈ ചില ഉമ്മമാർക്ക് വെറുതെ, ഉപ്പമാരയിലൊക്കെ കുറച്ച് ലിബറലാണ്, നല്ലതാണ്. ഓനടങ്ങും പോയിക്കോട്ട്. ഇതിങ്ങനെ ഫോൺ വിളിച്ചോണ്ടിരിക്കൂ. ഷെഫീക്ക, നീടയില്ലേ ബീച്ചിന്റെ ഒച്ച കേൾക്കുന്നുണ്ടല്ലോ, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഓന്റെ ഭാര്യനെ കൂട്ടിട്ട് ബീച്ചിൽ പോയി, നിങ്ങൾക്ക് എന്താ? ആ ബീച്ചിൽ പോയിട്ട് ഓളെ കൂട്ടിയിട്ട് പോകുന്നതന്നെ എന്തിനാ? ഓളെ വണ്ടിയിൽ തലയിലും വെച്ച് കിന്നാരം പറയും. നിങ്ങളെ വണ്ടിയിൽ 2 കൊല്ലം ഫുൾ കടന്നിട്ട് പാലെല്ലാം കുടിച്ചിട്ടല്ലോ ഓന് എണീച്ച് 2 വയസ്സ് പൂർത്തിയാക്കിയത് അല്ലേ? അതിലൊന്നും വല്ലാണ്ട് പിള്ളേർ ക്രൂശിക്കരുത്. കുറച്ചൊക്കെ നമ്മളെ കുട്ടികൾ ഹലാലായ സുഖങ്ങളിൽ ഏർപ്പെടാൻ അവരെ അനുവദിക്കണം. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ഇഹ്യയിൽ പറഞ്ഞില്ലേ, കുട്ടികൾ കുറച്ച് കളിക്കാനൊക്കെ വിടണമെന്ന്. കുറച്ച് കുട്ടികളെ കളിക്കാൻ അനുവദിക്കണം പറഞ്ഞിട്ടില്ലേ? ഗസാലി ഇമാം പറയുന്നുണ്ടല്ലോ ഇഹ്യയിൽ. ആ അർത്ഥത്തിൽ നമ്മൾ
ഭയങ്കര കബുലത്ത് ഡേറ്റ് എന്ന് പറയാൻ ഇപ്പോഴുണ്ട് ചില വാപ്പന്മാര് എന്തു പറയും, ഞാൻ വീട്ടിൽ കയറിയാൽ പിള്ളർ പിന്നെ മുന്തൂല. ഒരു പെരുമ്പാമ്പ് കയറിയാലും അങ്ങനെ തന്നെ എല്ലാവരും പെരുമ്പാമ്പില്ല, ചേര കയറിയാൽ മതി, ഒരു മനുഷ്യൻ അങ്ങനെയൊന്നും ആവാതെ കുറച്ചൊന്ന് സോഫ്റ്റ് അവര് നന്നാവാനുള്ള പണിയെടുക്കുക. രണ്ടാമത്തെ കാര്യം, കോമൺ ആയ 3 കാര്യം പറഞ്ഞ പ്രശ്നത്തിലേക്ക് പോകും. നമ്മളെ മക്കളെ നന്നാവാനുള്ള രണ്ടാമത്തെ കാര്യം ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, അക്ലുൽ ഹലാൽ, കഴിക്കുന്നത് ഹലാലായിരിക്കും. കണ്ട ചിക്കൻ റോളും ചിക്കൻ ഷവർമയൊന്നും കിട്ടിയെടുത്തൊന്നും കഴിക്കരുത്, കുട്ടിക്ക് വാങ്ങിക്കൊടുക്കാനും പാടില്ല. അതൊക്കെ നമ്മളുടെ ഒരു ഉള്ളന്നിലേക്ക്, ഒരു അറിവിലേക്ക്, നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് ആരാ അർത്ഥത്, മോമിനിങ്ങൾ അർത്ഥിട്ടുണ്ടാവുമായിരിക്കും അല്ലെ എന്നൊരു കോൺഫിഡൻസോട് കൂടി നമുക്ക് പോകാൻ പറ്റും. നമ്മളെ മക്കളെ കാര്യം നമുക്ക് നല്ല നിർബന്ധം ഉണ്ടാവണം. ഗസാലി ഇമാം അവിടെ തന്നെ സൂചിപ്പിച്ച് അത് ചെറിയ പ്രായം മുതലേ ശ്രദ്ധിക്കണം. കുട്ടിയുടെ ഉമ്മ അഥവാ നമ്മളെ ഭാര്യയുടെ പാല് ഹലാലാവണം, അതിന് നമ്മൾ സമ്പാദിക്കുന്ന ഹലാലാവണം. ആദ്യം കുടിക്കേണ്ടത് ആ പാലായിരിക്കും. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദിന്റെ പേര് ഇമാം ഹറമൈനി എന്നാണ്. ശരിക്കും പേരങ്ങനല്ല, 2 ഹറമിലും മഹാൻ അവർകൾ ദർസ നടത്തിയത് കൊണ്ടാണ് ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു എന്ന മഹാന്റെ പേര് വന്നത്. വലിയ മഹാനാ, അവിടുത്തെ ബർക്കത്തുണ്ട്. അള്ളാഹു നമ്മളെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. മല പോലുള്ള ആലിമ, യാ റബ്ബ്. ഭയങ്കര മഹാൻ എന്ന് പറഞ്ഞാല് ഒരു ഖബറിലെത്തിയിട്ട് മലക്കൾ വന്നിട്ട് ചോദ്യം ചോദിക്കാൻ വന്നു, മൻ റബ്ബുക്, ഭയങ്കര സ്ട്രോങ്ങിൽ ചോദ്യം. അപ്പൊ ഹറമൈൻ ഇമാമ് തിരിച്ചു പറഞ്ഞ്, ഖബറിൽ ചോദ്യം ഇല്ല എന്നുള്ള ആ കാലത്തെ യുക്തിവാദികളായ മുഅ്തസിലിയാക്കൾ പുതിയ കുറെ വാദങ്ങൾ അവരുടെ മെറ്റീരിയൽ സയൻസ് ഉപയോഗിച്ചുകൊണ്ട് വാദിക്കുമ്പോൾ ഞാനാണ് അവരുടെ വാദങ്ങളെ മുഴുവനും ഗണ്ണിച്ചിട്ട് കിതാബ് എഴുതിയതും പ്രഭാഷണം നടത്തിയതും സംവാദം നടത്തിയതും ഗണ്ണന പ്രഭാഷണം നടത്തിയൊക്കെ അതിജയിച്ചത് ഞാനാ. എന്നിട്ട് എന്നോട് ചോദ്യം ചോദിക്കാൻ വരുന്നത് നിങ്ങൾ മുങ്കർ നിക്കറിനോട് പറഞ്ഞ് വെട്ടക്കാൻ തുടങ്ങി, കുറച്ച് സ്ട്രോങ്. അമ്മാതിരി മഹാനായ ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു ചരിത്ര അൽ-ഹാവിലിൽ ഫതാവയിൽ കാണാം. അത് ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്തിട്ടാണ് അത്തരം അറിവുകൾ കിട്ടുക. ചില മഹാന്മാർക്ക് ഈ ഖബറിലെ ചോദ്യം എന്ന് പറഞ്ഞാൽ എല്ലാ ചോദ്യവും ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുകയും ചെയ്യില്ല. ചില മഹാന്മാരോട് ഒറ്റ ചോദ്യം ചോദിച്ചിട്ട് വേഗം അവസാനിപ്പിക്കും, മതിയും തോന്നും. ചോദ്യം ചോദിക്കുന്നതിന് പിന്നെ ഉത്തരം വരുന്നുണ്ട്. ചിലരോട് തീരെ ചോദിക്കാനില്ല, 16 വിഭാഗത്തോട് ഖബറിൽ ചോദ്യം തന്നെ ഇല്ല. ചില വിഭാഗത്തോട് 2 ചോദ്യം ചോദിക്കും, ചിലരോട് തീരെ ചോദിക്കൂല. ഒരു മഹാന്റെ അടുത്ത് ചോദ്യം ചോദിക്കാൻ പോയാൽ ആ മഹാൻ തിരിച്ചു ചോദിച്ചു ഉത്തരം പദ്യത്തിലൂടെ വേണോ ഗദ്യത്തിലൂടെ വേണോ, പാട്ടിലൂടെ ഉത്തരം വേണോ, അല്ല വർത്തമാനം പറഞ്ഞിട്ട് മതിയോ? മലക്കൾ പറഞ്ഞ ഒന്നും വേണം, നമ്മൾ പോയിക്കോണം. മനക്കുണ്ടാവും, അത് വേറെ ലോകം. പിന്നെ ഈ ചങ്ങായില്ലോണ്ടാണ് ഞാൻ അധികം പറയാത്തത്. അഥവാ ഈ ഫോണ് ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, ആ ഇമാം ഹറമൈനി റളിയല്ലാഹു അൻഹു ഒരിക്കൽ സംവാദം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വാക്കിൽ ചെറിയൊരു ഇടർച്ച വന്നുപോയി. ചെറിയൊരു ഇടർച്ച വന്നു. ചെറിയൊരു ഇടർച്ച പിന്നെ പറഞ്ഞ് ജയിച്ചു. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ജയിച്ചു. സംവാദം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ ചോദിച്ച്, ഉസ്താദ് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ആളാണല്ലോ, ഉസ്താദ് ഇന്ന് സംസാരിക്കുമ്പോൾ വാക്കിൽ ഒരു ചെറിയ ഇടർച്ച വന്നത് ശ്രദ്ധിച്ചു, എന്തു പറ്റി ഉസ്താദ്? അതെ, ഞാന് ഉമ്മയുടെ പാല് കുടിക്കണ കാലത്ത് ഉമ്മാക്ക് വാപ്പാന്റെ വസിയത്ത് ഉണ്ടായിരുന്നു, അഥവാ ഇമാം ജുവൈനി റളിയല്ലാഹു അൻഹു എന്ന എൻ്റെ വാപ്പാന്റെ വസിയത്ത്, നീ അല്ലാതെ എൻ്റെ കുട്ടിക്ക് പാല് കൊടുക്കരുത്, നിനക്ക് ഹലാലേ ഞാൻ തരാറുള്ളൂ, വേറൊരാളും പാല് കൊടുക്കാൻ പാടില്ല. അങ്ങനെ പറയുന്നതിന് ഇക്കാലത്ത് പ്രസക്തി കുറവായിരിക്കും, കാരണം പ്രസവിച്ച പെണ്ണെന്നല്ലേ കുട്ടിക്ക് പാല് കൊടുക്കുക. അക്കാലത്ത് അങ്ങനല്ല. അക്കാലത്ത് ഈ പ്രസവിച്ച സ്ത്രീക്ക് പരിചരണത്തിന് വരുന്ന സ്ത്രീകൾ ഉണ്ടാവുന്നതോടൊപ്പം തന്നെ പാലൂട്ടാൻ വേണ്ടിയിട്ട് പാവപ്പെട്ട സ്ത്രീകൾ ഇങ്ങനെ നടക്കും പണക്കാരുടെ വീടുകളിലൊക്കെ. എന്തിന്? അങ്ങനെ കുട്ടിക്ക് പാല് കൊടുത്തിട്ട് അവർ എന്തെങ്കിലും കിട്ടുന്ന വേതനത്തിലാണ് അവർ ജീവിച്ചു പോവുക. അങ്ങനെ അടിമ സ്ത്രീകൾ ഹിയർ ആൻഡ് ദെയർ ഇങ്ങനെ കറങ്ങി നടക്കും. അങ്ങനെ ഒരു സ്ത്രീൻ്റെ പാല് ഈ കൊടുക്കാൻ പാടില്ല, നിന്റെ കൊടുത്താൽ മതി കേട്ടോ, നിനക്ക് ഹലാല് മാത്രമേ തരാറുള്ളൂ, അതുകൊണ്ട് പാലും ഹലാലായി. ഒരു ദിവസം ഞാനിങ്ങനെ കരണ്ട് പിടക്കുമ്പോൾ
ആ വീട്ടിൽ ജോലിക്ക് വന്ന അടിമ സ്ത്രീ എന്നെ കണ്ടിട്ട് വേഗം മാരടത്തിലേക്ക് ചേർത്തിട്ട് പാല് തന്ന് തുടങ്ങിയപ്പോൾ വാപ്പ ഇമാം ജുവൈൻ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. എന്നെ പിടിച്ചു വാങ്ങിയിട്ട് കാല് മേലെയാക്കി തല താഴ്ത്തിയിട്ട് വായിൽ വിരലിട്ടിട്ട് ഫുൾ ഛർദിപ്പിച്ചു. എല്ലാം പോയി, ഫുള്ള് ഛർദിച്ചു. എന്നാലും അതിൻ്റെ ഒരു നാവ് ഒരു ചെറിയ നനവ് എണ്ണാക്കിൽ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാവല്ലോ, അതിൻ്റെ ഒരു സീക്വൻസ് ആണ്, അതിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ ഒരു കബത്ത്, ഒരു ചെറിയ ഒരു വാക്കിൽ ഇടർച്ച വന്നു പോയത്. ഈ ചരിത്രം വിശദീകരിച്ച് മഹാന്മാരെഴുതിയ ഒരു വരിയുണ്ട്. റൂഹുൽ ബയാനിലുണ്ട്, തബഖാത്തിലുണ്ട്, കുറേ കിതാബിലുണ്ട്. തദ്കിറയിൽ ബുൽഖൈനി ഇമാം പറയുന്നുണ്ട്, കുറേ കിതാബുകളിൽ കാണാം. എന്താ വരി എന്നറിയാം? ഈ ഒരു ചെറിയ നനവിൻ്റെ അള്ളിപ്പിടിക്കലിൻ്റെ ഒരു ചെറിയ അംശത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ആ മഹാന് തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ഈ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. ലോണ്, ലീസ്, എന്തെല്ലാം പുതിയ പുതിയ കച്ചവടങ്ങളാണ്, എന്തെല്ലാം പുതിയ ഹറാമിൻ്റെ ബിസിനസ്സുകൾ. ഇങ്ങനെ നമ്മളെ മക്കളെ വളർത്തിയാൽ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നിങ്ങളെ വിളിച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്, എങ്ങനെ നമ്മളെ പിള്ളേർ നന്നാവുക? കിട്ടിയെടുത്തു നിന്നൊക്കെ ചിക്കൻ റോൾ തിന്നുക, ഷവർമ്മ തിന്നുക. ഞാനിതൊരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ എനിക്കിതൊരു ചെറിയ വിമർശനം വന്നു. വിമർശനം നല്ല തന്നെയല്ലേ, രസമല്ലേ കേൾക്കാൻ? എന്താ വന്നേ? അങ്ങനെയല്ല ഇപ്പോൾ നോക്കാൻ കഴിയും, ചിക്കനൊക്കെ എന്തായാലും നമ്മുടെ നാട്ടിൽ ഇറക്കൂലേ? അപ്പോൾ എന്നോട് ചോദിച്ചത് ഒരു എൻജിനീയറായ ആളാണ്. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം എന്നല്ലേ ഞാൻ പറഞ്ഞത്. ഏതെങ്കിലും ഒരു ഹോട്ടലിനെ മെൻഷൻ ചെയ്തിട്ട് ഞാൻ ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞില്ലല്ലോ. നിങ്ങളെ നാട്ടിലൊക്കെ ഒന്ന് പഠിച്ചു നോക്കുന്നോ. അങ്ങനെ അയാൾ പോയി. 3 മാസം കഴിഞ്ഞിട്ട് അയാൾ എന്നെ കണ്ടു. അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ നാട്ടിൻ്റെ അടുത്തൊരു ഹോട്ടലിൽ പ്രധാനപ്പെട്ട ഒരാളോട് ഞാൻ ചോദിച്ചു, ഇത് അറക്കാറുണ്ടോ? എത്ര ചിക്കൻ ഉണ്ടാവും? ഒരു 70+ ഉണ്ടാവും ഒരു ദിവസം. ഇത്രയും കച്ചവടം അറക്കോ? ഒരു 2 എണ്ണം മര്യാദയ്ക്ക് അറക്കുന്നല്ലാണ്ട് പിള്ളേർക്കൊന്നും നടക്കൂലേ. ഇപ്പം എന്താ അന്ന് പറഞ്ഞ പ്രസംഗത്തെക്കുറിച്ച് അഭിപ്രായം? അവസ്ഥകൾ പൊരുത്തി പിടിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. യെസ്, കേട്ടാ, നമുക്കതിലൊക്കെ ഒരു സൂക്ഷ്മത വരും. കുറച്ച് കാലം ആ വിഷയം ശ്രദ്ധിച്ചാൽ ചില സ്ഥലത്ത് എത്തിയാൽ തന്നെ നമുക്ക് എത്ര ഡിലീഷ്യസ് ഫുഡ് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചാലും അത് തിന്നാൻ തോന്നൂല. അള്ളാഹു നമ്മളെ തോന്നിപ്പിക്കില്ല. ഒരു ചാണെടുത്താൽ ഒരു മുഴ അള്ളാഹു നമ്മളിലേക്ക് അടുത്തിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ നീ ഫിഷ് കഴിച്ചോളി, വെജ് കഴിച്ചോളി, നിരന്തരം മെസ്സേജ് വരും. എത്ര ടേസ്റ്റ് ഫുഡാണെങ്കിലും അത് കഴിക്കാൻ തോന്നൂല. കുറച്ച് കാലം അത് ശ്രദ്ധിച്ചാൽ മതി. അതത് കാലത്ത് നമുക്ക് അള്ളാഹു ഒരു സൂക്ഷ്മത തരും. നിങ്ങൾ കേൾക്കണം, ഹാരിസുൽ മുഹാസബി റളിയല്ലാഹു അൻഹു ഇദാ മദ്ദ യദഹു ഇല ത്വആമി, ഭക്ഷണത്തിലേക്ക് കൈ നീട്ടിയാൽ ഈ ഭക്ഷണത്തിൽ എവിടെയെങ്കിലും ഹറാമോ ശുബഹത്തോ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മഹാനവറുകളുടെ സാധാരണ വിരലിന് ഇവിടെ വിയർപ്പൊന്നും ഉണ്ടാവില്ല, ഉള്ളം കൈക്ക്. മഹാൻ്റെ ഇവിടെ വിരലിന് വിയർപ്പ് വരും. എന്ന് പറഞ്ഞാൽ അതേ കഴിക്കണ്ട എന്നുള്ള സൂചന. ഒരു ചാണ അള്ളാഹിലേക്ക് അടുത്തപ്പോൾ ഒരു മുഴ അള്ളാഹു ഇങ്ങോട്ടേക്ക് അടുത്തു. ആ മോൻ്റെ വയറ്റിൽ അത് വേണ്ടെന്ന് അള്ളാഹ് തീരുമാനിക്കും. അല്ലെങ്കിൽ ഓൻ്റെ കൈനാനാകും കാലിനാനാകും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താവുക? അതിന് കുറേ അർത്ഥമുണ്ട്. വെറും യസ്മഉൽ ഖരീബ വൽ ബഈദ എന്ന് മാത്രമൊന്നുമല്ല അതിൻ്റെ അർത്ഥം. അതിന് ധാരാളം അർത്ഥങ്ങളുണ്ട്. ആ ഹദീസ് 40 നബി എടുത്ത് ഉദ്ധരിച്ചപ്പോൾ അതിൻ്റെ ഷുറാഹ് അത് പറയുന്നുണ്ട്. മഖ്ദൂമ് തങ്ങൾക്ക് ഈ കുമ്പളങ്ങ കറി നല്ല ഇഷ്ടം. ഒരാളിങ്ങനെ കുമ്പളങ്ങ കറി കൊടുത്ത് സൽക്കരിച്ചു. മഹാനവറുകൾ ചോദിച്ച്, ഇത് നിങ്ങൾ പറമ്പെന്ന് പറിച്ചതാ? അതെ. ആരാ പാചകം ചെയ്തത്? വൈഫ്. ഒന്ന് ചോദിച്ചു നോക്കാം. വൈഫിനോട് ചോദിച്ചു, അത് ആരാ പാചകം? ഞാൻ തന്നെ. നമ്മൾ തന്നെയല്ലേ? അതെ. ഉസ്താദിനൊരു സംശയം പോലെ. അത് നമ്മളെ വീട്ടിൽ കുമ്പളങ്ങൻ്റെ പകുതി പീസേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഒരാളെ മുമ്പിൽ വെച്ചു കൊടുക്കുമ്പോൾ കുറച്ച് വെക്കണ്ടേ എന്നതുകൊണ്ട് നീ എന്താ ചെയ്തത്? അപ്പുറത്തെ വീട്ടിലുള്ള ആളെ കണ്ടിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പെർമിഷൻ എടുക്കുക, തൽക്കാലം 2 കുമ്പളങ്ങ അവിടെ നിന്ന് പറിച്ചിട്ട് കറി വെച്ചിട്ടുണ്ട്. യെസ്, അത് മഹാനവറുകളുടെ കണ്ണിൽ റെഡ് സിഗ്നലായിട്ട്, ബ്ലഡിൻ്റെ കളറായിട്ടാണ് അള്ളാഹു കാണിച്ചു കൊടുത്തത്. മഖ്ദൂമങ്ങളെ നിങ്ങളത് തിന്നുണ്ടാവുന്നു. കണ്ട, നിങ്ങൾ നമ്മളെ ഇൻറ്റിമേറ്റ് അടുത്ത ആളാണ്, നിങ്ങൾ സ്പെഷ്യൽ, നമ്മളെ ടീമാണ്. കണ്ടോ, ഈ വിഷയത്തിൽ നമ്മൾ സൂക്ഷ്മത പുലർത്തിയില്ല. മാനബത്ത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. ഹറാം എന്നാണോ നമ്മളെ വയറ്റുന്ന ഒഴിവാകുന്നത്, അന്ന് നമ്മൾ നരകത്തിൽ പോകും. അതിലേറ്റവും പ്രധാനമാണ് ഗസാലി ഇമാം പറയണത്, നമ്മളെ മക്കൾ തിന്നത് ഹലാലാണ്. ഹലാല് തിന്നണം. അതിൽ നമുക്ക് നല്ല സൂക്ഷ്മത ഉണ്ടാകും.
ആരും പറ്റിച്ചിട്ട് നടത്തുന്ന കച്ചവടത്തിൽ കിട്ടിയ ലാഭമൊന്നും പിള്ളേർക്ക് കൊടുക്കരുത്. ദാ സോ ബത്തക്ക നല്ല ബത്തക്ക, ഉള്ളിൽ നല്ല ചോപ്പുണ്ട്, എനിക്കറിയാത്, അറിയോ? അപ്പം മോരും വെള്ളവും നാരങ്ങ സോഡയും ലോട്ടറിയും വിൽക്കുന്ന ഒരു ഷോപ്പാണെങ്കിൽ അവിടുന്ന് അത് കുടിക്കണ്ടെന്ന്. കാരണം ഉസ്താദേ ഇത് വേറെ തന്നെ അയാൾ ഉള്ള ഒരു പണമാണ്, ലോട്ടറിന്റെ പണം ഇങ്ങോട്ടേക്ക് ചേർക്കില്ല. അങ്ങനെ അയാളെ വെള്ള പൂശമൊന്നും വേണ്ട. അങ്ങനെ സൂക്ഷ്മതുണ്ടെങ്കിൽ അയാൾ ലോട്ടറി കച്ചവടം നടത്തും. ഭയങ്കരമാണല്ലോ ചില ആള്. അങ്ങനെയൊന്നും നമുക്ക് നമ്മളുടെ ഒരു വിഷയത്തിൽ നല്ല ജാഗ്രത ഉണ്ടാവും. അബൂ ദുജാന റളിയല്ലാഹു അൻഹു സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ വേഗം പോകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അള്ളാഹിലേക്കൊന്നും ആവശ്യമില്ല, അന്ന് വേഗം പോണത്? അങ്ങനെ ചോദിക്കുന്നതന്നെ എന്തുകൊണ്ട്? മുജാഹിദാർ പോലെ എല്ലാവരും പോകുന്നുണ്ടെങ്കിൽ പിന്നെ ഈ ചോദ്യത്തിന് തന്നെ പ്രസക്തി ഇല്ലല്ലോ. ഉണ്ടോ? ഒരാൾ മാത്രം പോകുന്നോണ്ടല്ലേ അത് ശ്രദ്ധിക്കപ്പെടുന്നത്. എന്താ പോകുന്നത് എന്ന് ചോദിച്ചു. അതിന്റെ കാരണം പറഞ്ഞത്, എൻ്റെ വീടിന്റെ അപ്പുറത്തുള്ള വീട്ടുകാരൻ്റെ ഈന്തപ്പന മരം എൻ്റെ വീടിന്റെ മതിലിനോട് ചാരിയിട്ടേ ഉള്ളൂ. എൻ്റെ മക്കളാണെങ്കിൽ തിന്നാനും കുടിക്കാനും ഇല്ലാത്ത പട്ടിണിയിലെ പരിവട്ടത്തിൽ അഥവാ കഷ്ടപ്പാടിൽ, ദാരിദ്ര്യത്തിൽ, തീച്ചൂളയിൽ ജീവിക്കുന്നവർ. ഈ അടുത്തൊരു ദിവസം ഞാൻ ഔറാദെല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ ഈ പറമ്പത്ത് രാത്രി കാറ്റടിച്ചിട്ട് കാറ്റ് വീശിയപ്പോൾ വീണ ഈ ഈന്തപ്പഴത്തുനിന്ന് എൻ്റെ മോന്, രാത്രി പട്ടിണി കൊണ്ട് കിടന്ന മോന്, രാവിലെ അതെടുത്ത് തിന്നുന്നുണ്ട്. ഞാൻ അവൻ്റെ വായിൽ കൈവച്ച് വലിച്ചിട്ട് അപ്പുറത്തേക്ക് തന്നെ എറിഞ്ഞു. ആഹ്റത്തിൽ വഷളാക്കല്ല മോനെ, ഇവിടുന്ന് പട്ടിണി, എൻ്റെ പൊന്നു മോനെ, ഉപ്പാന ആഹ്റത്ത് വഷളാക്കല്ലേ, ഇനി അത് കാണാൻ കഴിയില്ല, ഇനി എനിക്ക് എൻ്റെ മോൻ്റെ വായിന്ന് വലിച്ചോരാൻ കഴിയില്ല. അതുകൊണ്ട് ആ മക്കളൊക്കെ എണീക്കണതിന് മുമ്പ് വേഗം അപ്പുറത്തേക്ക് എറിയാൻ വേണ്ടി പോവാണ്. കണ്ട ഒരു വാപ്പാന്റെ സൂക്ഷ്മത. വീണ് കിട്ടിയ സാധനം എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ചർച്ച പറയുന്നിടത്ത് ഇയാനത്തു ത്വാലിബിൽ ഈ ചരിത്രം ദീർഘമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തിലൂടെ ആ മരങ്ങളൊക്കെ അബൂ ദുജാന തങ്ങളുടെ പറമ്പിലേക്ക് വന്നിട്ടുണ്ട്. അഷ്ജാറു സാജിദ. വിധങ്ങൾ വിളിച്ച മരങ്ങളെല്ലാം പോകാറുണ്ട്, നമ്മളല്ലേ പോകാത്തുള്ളൂ. നമുക്ക് പിന്നെ മഹബത്ത് സ്റ്റാറ്റസിലും ഉണ്ടാവും, ചുമരനെല്ലാം ഫിദാക്ക അബിയു ഉമ്മി നെഹല മുബാറക്കും ഉണ്ടാവും. നമ്മളെ എത്ര കാലേ റസൂല വിളിക്കണം, ദഅ ഇലല്ലാഹി ഫൽ മുസ്തംസികൂന ബിഹി മുസ്തംസികൂന ബിഹബ്ലിൻ ഗൈരി മുൻഫസിമി. നിങ്ങൾ എൻ്റെ പരം വരി, നിങ്ങൾ നന്നാവുമെന്ന് നബി തങ്ങളുടെ വാക്കല്ലേ. എന്നിട്ട് നമ്മൾ പോകുന്നുണ്ടോ? മരങ്ങളെ വിളിച്ചാൽ പോവും, വരും, പോടുന്ന് പറഞ്ഞാൽ പോവും. ആ മരങ്ങളുടെ അത്ര പോലും പക്വത നമുക്കില്ലേ എന്ന് ഈ വരികൾ നമ്മളെ ചോദ്യത്തിലൂടെ ഒരാശയം പഠിപ്പിക്കുന്നു. അപ്പൊ എൻ്റെ വിഷയം അതല്ല, ഹലാലായിരിക്കണം തിന്നത്, ഹലാലായിരിക്കും. പഴയകാല ഭാര്യമാര് ഭർത്താക്കന്മാര് ജോലിക്ക് പോകുമ്പോൾ പറയൂ അത്ര, നിങ്ങൾ ഹലാല് മാത്രം സമ്പാദിക്കണേ, ഇന്ന് കച്ചവടത്തിൽ ലാഭമൊന്നുമില്ല എന്ന് കരുതി വെറും കൈയോടെ വന്നെന്ന് വെച്ചിട്ട് എനിക്കൊരു കുഴപ്പമില്ല, നമ്മൾ പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, തീ തീറ്റിക്കല്ലേ എന്ന് പറയും. ലോണാണെങ്കിൽ ലോണൊന്നും എടുക്കുക മനസ്സാന്നല്ല, പലിശയോടൊക്കെ ഉള്ള ഗൗരവം കുറഞ്ഞു പോകും. അപ്പൊ കുറച്ച് മുമ്പ് വരെ പലിശനെ കുറിച്ച് ചോദിക്കല്, അത് കുറച്ച് അക്കൗണ്ടിൽ പൈസ ഉണ്ട് പലിശന്റെ, അത് എന്താ ചെയ്യേണ്ടത്, ബസ് സ്റ്റോപ്പിനൊക്കെ കൊടുക്കാൻ പറ്റുമോ എന്നാണ് പണ്ട് 2020 കാലത്തൊക്കെ ചോദിച്ചിരുന്നത്. 21, 22 ആകുമ്പോൾ അത് മാറിയിട്ട് അത് പലിശന്റെ പണം കൊണ്ട് വീടിന്റെ ഇന്റർലോക്കൊക്കെ ഗേറ്റിന്റെ ഉള്ളിലേക്ക് കയറി. 2023, 24 കാലത്ത് അത് മാറിയിട്ട് വീട്ടിലെ കാർപ്പറ്റ്, കക്കൂസ് അതിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ബെഡ്ഷീറ്റിലേക്ക് 2026 വരും. ഗൗരവം. അതിന് കുറേ കൗലും കീലിയും പറഞ്ഞു കൊടുക്കാൻ അത്തരം ടീമും ഉണ്ടാവും. ഷെഹ്റാൻ ഇമാമിന്റെ അൽ-അൻവാർ ഫീ സുഹ്ബത്ത് ഫീ ആദാബി സുഹ്ബത്തിൽ അഖ്യാറിൽ പറയുന്നുണ്ട്, നമ്മൾ ആർക്കും ഒരു മസല പറഞ്ഞു കൊടുത്തിട്ട് അവരുടെ ജീവിതത്തിലെ ഗൗരവം കുറക്കരുത്. അവരുടെ തഖ്വ കൂട്ടുന്നല്ലാണ്ട് കുറക്കാനല്ല നമ്മൾ പോകേണ്ടത്. നമ്മളെ കൂടെ ഉള്ളവർക്കെല്ലാം തഖ്വ കൂട്ടി കൊടുക്കുകയും വേണ്ട. പ്രത്യേകിച്ച് നമ്മളെ ഭാര്യക്ക് അത് കറാത്തുള്ളൂ, അത് കീലേ, അങ്ങനെയൊന്നും നമ്മൾ ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ കൂടെ ഉള്ളവരുടെ തഖ്വ വർദ്ധിക്കുകയും വേണ്ടത്. പറഞ്ഞു വന്നതിൻ്റെ ആകപ്പാടുള്ള താല്പര്യം നമ്മളെ വീട്ടിൽ ഫുഡ് ഹലാലായിരിക്കും. പണമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മളെ കയ്യിലുള്ള പൈസ നമ്മളെ ഏതായാലും കടിക്കുന്നതും കുത്തുന്നൊന്നും ഇല്ലല്ലോ. അത് എവിടെയെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ 25,000 രൂപയുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് കോടീശ്വരനാവാം. മണ്ടനല്ലാണ്ട് അത് വിശ്വസിക്കും. എന്നിട്ട് ഇങ്ങനെ ചെറുപ്പക്കാർ ഷോപ്പ് തുടങ്ങുക, കിഡ്സ്, ജെൻസ്, ലേഡീസ്, പേരും ഷോപ്പ്, എത്രയാ ഉദ്ഘാടനം. എന്നിട്ടോ
4 കൊല്ലം കഴിയുമ്പോൾ 46 ലക്ഷം കടമായിട്ട് ഗൾഫിലേക്ക് മുങ്ങും. ഇത് വയസ്സായി ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും വീട്ടുപടിക്കലേക്ക് തെറി അഭിഷേകമായിട്ട് കടക്കാറ് വരും. പിന്നെ എന്തിനാ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചു? ഇവര് ജീവിതത്തിൽ ഒരു കറാഹത്ത് തന്നെ കേട്ടിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. അവരാണ് ഇതെല്ലാം കേൾക്കേണ്ടി വരുന്നത്. ഉള്ള പങ്ങന്മാരുടെയും ഭാര്യൻ്റെയും ഉമ്മാൻ്റെയും ഒക്കെ സ്വർണം വിറ്റിട്ട് എന്തിനാ ചെറുപ്പക്കാരെ നമ്മൾ ജീവിക്കണത്? ആർക്ക് വേണ്ടിയിട്ട്? ഉള്ള ലാഭത്തിൽ മുന്നോട്ട്. ആർത്തിയാണ് ഇതിൻ്റെ എല്ലാം കാരണം. നമ്മളെ ജീവിതത്തിൽ ആർത്തി ഉണ്ടാകുന്നതാണ്. ആർത്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു നോക്കാം. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോവാം. നാടൻ ഉദാഹരണങ്ങൾ കുറേ ഉണ്ട്, ചെറിയ ചെറിയ. ഉദാഹരണത്തിന് മന്തി, നെയ്ച്ചോറ്, നൂൽപുട്ട്, ചപ്പാത്തി, പത്തല്. ഇത് 5ഉം തിന്നെന്ന് വിചാരിച്ചു, ആംബുലൻസിന്റെ ഓണും അടിച്ച്. എന്നാലും ആർത്തി ഉള്ളവർ ചോദിക്കും, പുഡിംഗ് ഒന്നുമില്ല, പുഡിംഗ് ഐസ്ക്രീം. ഇത് നാടൻ ഉദാഹരണമാണ്. ഇതിലേക്കല്ല ഞങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുന്നത്. കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് ഉദാഹരണത്തിലേക്ക് പോവാം. നമ്മളെ വാപ്പാന്റെ ജോലി റാസൽ ഖൈമയിൽ, ഫ്രം യു എയിൽ റാസൽ. വാപ്പം 28 കൊല്ലം 30 കൊല്ലം അവിടെ ഒരു കമ്പനിയിലെ അക്കൗണ്ടന്റോ എന്തെങ്കിലും ആവട്ടെ, കുറച്ച് വലിയൊരു ജോലി. വാപ്പ റിട്ടയർഡ് ആയിട്ട് ഇന്നലെ വന്നപ്പോൾ വാപ്പാന്റെ പെട്ടിയിൽ ധാരാളം സാധനങ്ങളുണ്ട്, ഇനിയും വരാനുണ്ട്. ഷിപ്പ് വഴിയാണ്. വന്ന സാധനങ്ങളുടെ കൂട്ടത്തിൽ ഒരു പെട്ടി ശ്രദ്ധിച്ചപ്പോൾ ഒരു ഐഫോണാണ് കാണുന്നത്. ഏകദേശം 1 lakh എബവ് ആ ഫോണിന് ക്യാഷ് വരും, ഇന്ത്യൻ രൂപ. നമുക്ക് അതിനോട് വലിയ ആഗ്രഹമൊന്നുമില്ല. കാരണം നമ്മൾ ഫോണ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് പുതിയൊരു ഫോൺ റജബ് 1 തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ കറക്റ്റ് 30 ദിവസം ആയിട്ടേ ഉള്ളൂ. സോ നമ്മുടെ സ്ക്രീൻ കാർഡിന് ഒരു സ്ക്രാച്ച് വരെ വരാത്തതുകൊണ്ട്, പുതിയ ഫോൺ ആയതുകൊണ്ടും ഇതിന് 60,000 രൂപ ആയതുകൊണ്ടും ആ ഫോണിനോട് ഒരു ആഗ്രഹമൊന്നുമില്ല. അത് ഐഫോണെന്ന് അറിയില്ല, ആഗ്രഹം ഏതായാലും വന്നിട്ടില്ല. 2 ദിവസം കഴിഞ്ഞിട്ടും മേശപ്പുറത്ത് ആ ഫോൺ കണ്ടപ്പോൾ ഉമ്മനോട് നമ്മൾ ചോദിച്ചു, ഉമ്മ ഇതവനെ ഇതാരതാണ്? ആരതാന്ന് പറയില്ല, ഉപ്പാടെ വെച്ച്. ഞാൻ ചോദിക്കാൻ പറ്റില്ല, നീ എന്ന് ചോദിച്ചു. ഉപ്പാണ് ഉപ്പ ലോഹറിസ്കാരം കഴിഞ്ഞിട്ട് വരുന്നു. പാപ്പ എടോ ഇത് ആരതാ? ആരതെന്നൊന്നുമില്ല, ഞാൻ പിന്നെ 30 കൊല്ലം അവിടെ ഉണ്ടായല്ലേ. അപ്പൊ നമ്മളെ ബോസ് എനിക്കൊരു ഗിഫ്റ്റ് ഉണ്ടായിക്കോട്ടെ ഹമീദ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നതാണ്. എനിക്കെന്തായാലും ആവശ്യമില്ല, എൻ്റെ ഫോൺ അങ്ങനെ ഒരു കൊല്ലാറ്റിയായിട്ട് വെറുതെ അങ്ങനെ ഉപയോഗിക്കല. അള്ളാഹ് എന്താ പറയല്? പാപ്പ പറഞ്ഞു. ഞാൻ ആർക്കെന്നൊന്നും പ്രത്യേകിച്ച് മനസ്സിൽ കരുതിയിട്ടൊന്നുമില്ല. എനിക്ക് ഏതായാലും 6 ആൺമക്കളുണ്ട്, 2 പെൺകുട്ടികളുണ്ട്. പെൺകുട്ടികൾക്ക് വേണ്ട കുറേ ഭർത്താക്കന്മാർ, അല്ലെങ്കിൽ 6 ആൺമക്കൾ ആയിരിക്കും ആയിക്കോട്ടെ. ഇനി ചെറുത് നമ്മളെ നിയാസ് ഉണ്ടല്ലോ, ഡിഗ്രി. എനിക്ക് സ്വന്തമായിട്ട് വാങ്ങാനൊന്നും ഉണ്ടാവില്ല. ആർക്കും ഇല്ല, ആർക്കൊന്നും പ്രത്യേകിച്ച് ഉദ്ദേശിച്ചിട്ടില്ല. ആർക്ക് വേണമെങ്കിലും എടുക്കാം എന്ന് ഉപ്പ പറയലോടുകൂടി നമ്മൾ ആർത്തി വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് വരും. ആർക്കും വേണ്ടെങ്കിൽ ആർത്തി ഇപ്പം വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് വരും. ആർക്കും വേണ്ടെങ്കിൽ പിന്നെ എൻ്റെ ഫോൺ എന്താന്നറിയില്ല, ചെറിയ സ്ലോ ഉണ്ട്, നെറ്റ് കിട്ടുന്നില്ല. അല്ലാണ്ട് ആർത്തി എന്ന് പറഞ്ഞാൽ വന്ദേ ഭാരതിന്റെ ഡ്രൈവറെ വേറെ അല്ല കേട്ടോ, ഇതന്നെ നമ്മളെ വേറെ. ഇതാണ് ആർത്തി. ഈ ആർത്തിയാണ് നമുക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഓരോരാള് പ്രായം കൂടുന്നതിനനുസരിച്ച് ആർത്തി ചെറുപ്പക്കാരനായിട്ടുണ്ടാവും കേട്ടോ. ആർത്തി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. എന്തെങ്കിലും കിട്ടണം എന്ന് പൂതിയുണ്ടാവും. അതിന് മോഡേണായ രൂപം ഉണ്ടാവും. നമ്മുടെ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ നമ്മുടെ ബോസ്, മുതലാളി, ആജിയാർ, ആരെങ്കിലും പണമുള്ള ഒരാൾ, അയാൾ വണ്ടിയിലുണ്ടാവുമ്പോൾ നമ്മൾ ഷോപ്പ് നോക്കിയിട്ട് പറയും, നല്ല ഡ്രസ്സ് കേട്ടോ പിള്ളേർക്ക് പറ്റി, പക്ഷെ ക്യാഷ് എടുത്തിട്ടില്ല. അയാൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ആർത്തിയുടെ മോഡേൺ രൂപമാണ്. ഷെഹ്റാൻ ഇമാം തൻ്റെ ഹാദിൽ ഹാഇരിയിൽ പറയുന്നു. അതൊന്നും നമുക്ക് ഉണ്ടാവരുത്. ഇല്ലാണ്ടിക്കണോ? കൽബ് ശുദ്ധിയാവണോ? അതാ ഷെഹ്റാൻ ഇമാമിന്റെ അൽ മൻഹജുൽ മുത്തഹർ എന്ന കിതാബിൽ കാണാം. നമ്മുടെ കൽബ് ശുദ്ധിയായി കിട്ടണമെങ്കിൽ കഴിക്കുന്ന ഫുഡ് പ്യുർ ഹലാലാണ്. എന്നാൽ കൽബ് ശുദ്ധിയുള്ള കൽബ്. ഒരാളെ കുറിച്ച് മോശം വിചാരം ഉണ്ടാവില്ല, ഒരു തെറ്റ് ചിന്തി ഉണ്ടാവില്ല. കൽബ് നന്നായി കിട്ടാൻ പ്യുർ ഹലാല് കഴിക്കണം. ഇങ്ങനെ ലാഭം ഉണ്ടാക്കണം എന്നുള്ള ചിന്ത വരുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. അതെ, ഇപ്പൊ എന്നെ ഇപ്പൊ ഒരാൾക്ക് പറ്റിക്കണമെന്നുണ്ടെന്ന് വിചാരിച്ചു. ഒരു ഉദാഹരണങ്ങളെ പറഞ്ഞ നിങ്ങൾക്ക് വിഷമമാണെന്ന് ചോദിച്ചിട്ട് എന്നെ പറയണം. എന്നെ ഒരാൾക്ക് പറ്റിക്കണമെന്നുണ്ട്, ഒരു ഷെയർ ബിസിനസ്സിൽ കൂട്ടണമെന്നുണ്ട്. അപ്പൊ അയാൾ എന്നെ എങ്ങനെ സമീപിക്കല്? അത് നല്ലൊരാളെ കിട്ടണമല്ലോ. എന്താ, എൻ്റെ അടുത്ത് ഒരു 4 ലക്ഷം ഉണ്ട്, ഒരു 4 ലക്ഷം കൂടി ഇടാൻ പറ്റിയ ഒരു ഷെയർ കൂട്ടാൻ പറ്റിയ ഒരാളെ കിട്ടണം. ഒരു കച്ചവടം, നല്ല സ്കോപ്പ് ഉണ്ട് അതിന്. കച്ചവടം ഏതാന്ന് ഞാൻ പറയാം ഉസ്താദ്.
ഇനി എന്നെ വീഴ്ത്തുന്ന 2 പദപ്രയോഗം, ഒന്ന് കോവാക്സിനും 2 കോവാഷിനും, രണ്ടും എടുക്കാൻ നോക്കണേ, കുത്തു നോക്കണേ. ഒന്ന്, ഉസ്താദിനെ പോലത്തെ ഒരു നല്ല ആളെയാണ് കിട്ടേണ്ടത്, വിശ്വാസമുള്ള ഒരാൾ. യെസ്, ഏകദേശം ആളും അതിൽ വീഴും. ഉസ്താദിനെ പോലത്തെ ഒരു നല്ല ആള്, വിശ്വാസമുള്ള ആളെയാണ് കിട്ടേണ്ടത്. ഓക്കെ, അതിൽ വീഴാത്ത ഏകദേശം മനുഷ്യന്മാരുണ്ടാവില്ല. സെക്കൻഡ് വൺ, ഉസ്താദിന് പിന്നെ ഇങ്ങനത്തെ ദുനിയാവിനോടും താല്പര്യമില്ലല്ലോ. അതിൽ എന്തായാലും ദുനിയാവിനോട് താല്പര്യമാവും. എൻ്റെ ചങ്ങായിമാര്, ഈ കണ്ടെടുത്തും കേട്ടെടുത്തും നമ്മളിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ കുറെ ലീസ്, ഇങ്ങനെ സ്വർണം വെച്ചാൽ പണിക്കൂലി ഇല്ലാതിരിക്കുക, ഫർണിച്ചർ ഒക്കെ ഫിഖ് പഠിച്ചിട്ട് മാത്രം നമ്മൾ ചെയ്യുക. കുറെ ഹറാമുകൾ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്ന കാലാണ്. നമ്മളെ ദുആ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മക്കൾ നന്നാവാൻ ദുആ ഇറക്കണമെന്ന്. ദുആ സ്വീകരിക്കണ്ടേ ആദ്യം? അതിന് ദുആ സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? ഇത് രണ്ടും തമ്മിൽ റിലേറ്റഡ് ആയ കാര്യമാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചല്ലോ, നബിയെ, എൻ്റെ ദുആയിനൊക്കെ ഉത്തരം കിട്ടണം, അങ്ങനെ ഒരു ഉത്തരം കിട്ടുന്ന ദുആയിന്റെ ഉടമയായിട്ട് എന്നെ മാറ്റണം തങ്ങൾ, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? അത്യിബു മത്വാമക തകുൻ മുസ്തജാബദ് ദഅവാ. മോനെ, ഫുഡ് ഹലാലായ മതി, ദുആ ഉത്തരമുള്ള ആളായി മാറുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡ് ഹലാലായി, അതിൽ നമുക്കൊരു നിർബന്ധം ഉണ്ടാവും. കോമൺ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്ന് പറഞ്ഞത് ദുആ ആണ്, ദീർഘമായി പറഞ്ഞിട്ടുണ്ട്. 2, ഹലാല് മാത്രം കുട്ടികൾ കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. മൂന്നാമത്തെ, നമ്മുടെ കുട്ടികളിൽ നന്മ ഉണ്ടാവാന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് പരിഹാരത്തിലേക്ക് പോവാം. ഇനി ഞാൻ ഇന്ന് എഴുതിയെടുത്ത കുറച്ച് പോയിന്റുകളിലേക്ക് പോരാം. പ്രധാനമായിട്ട് ഇപ്പോഴത്തെ പാരന്റിങ്ങിൽ രക്ഷിതാക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ 5 എണ്ണം. 5 പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും നേരിടുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് ഇടത്തേക്ക് പൊന്തിച്ച്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, താഴ്ത്തിക്കോളൂ. നിങ്ങളൊന്ന് ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടി. വലത്തേക്ക് പൊന്തിച്ചാൽ ആ ശ്രദ്ധ കിട്ടൂല. ഇടത്തേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളെ മനസ്സിലൊന്ന് അങ്ങനെയാവും. അപ്പോൾ അതാണ്, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നം. ഒന്നാമത്, ഇപ്പോഴത്തെ പ്രശ്നത്തിലെ ഒന്നാമത്തത് ഡിജിറ്റൽ ഓവർലോഡ് ആൻഡ് സ്ക്രീൻ അഡിക്ഷൻ. കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടോ, ഇത് ചോക്ലേറ്റിന്റെ പേരല്ല. ഇത് കുട്ടികൾക്ക് മാത്രമല്ല, ഉപ്പ ഉമ്മ എല്ലാവരെയും മുച്ചൂട് ബാധിച്ച ഒരു പ്രശ്നമാണിത്. ഡിജിറ്റൽ ഓവർലോഡും സ്ക്രീൻ അഡിക്ഷനും. പുതിയ കാലത്ത് കുട്ടികളുടെ കണ്ണിൽ സ്ക്രീൻ ഒട്ടിച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ തെറ്റില്ല. അങ്ങനെയാണ്. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. എല്ലാ വീടുകളിലും, അത് ചെറിയ ആളായാലും വലിയ ആളായാലും എല്ലാവരുടെ കയ്യിലും ഉച്ചക്ക് ചോറ് തിന്നിന് എന്താ കറി എന്താണെന്നറിയില്ല, ഞാൻ ഇൻസ്റ്റയിലുണ്ട്. അതെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ 18ാമത്തെ വയസ്സിൽ മരിച്ചൊരു കുട്ടി, എവിടുന്ന്? വലിയോറയും. ആ കുട്ടി ആഖിറത്തിലെത്തിയിട്ട് അവൻ്റെ ഏട് വായിക്കുമല്ലോ, വയസ്സ് 18, മരിച്ചത് 18ാം വയസ്സിൽ. പ്രായപൂർത്തിയായി 3 കൊല്ലമാണ് ജീവിച്ചത്. 3 കൊല്ലത്തിനിടയിൽ ചെയ്തു തീർത്ത കാര്യങ്ങൾ: 1, 2,48,236 വീഡിയോസ് യൂട്യൂബ് റീൽസ് വഴി കണ്ടു. 1, 2. ഇതാ പിള്ളേർ വായിക്കുക. വേറെന്താ വായിക്കുക? വേറെന്താ കുട്ടികൾ വായിക്കുക? നമ്മളെ പിള്ളേർ വേറെന്താ വായിക്കുക? എന്താ വായിക്കുക? കണ്ടാ? സുബ്ഹാനല്ലാഹ്. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. എല്ലാ വീടുകളിലും ഇനിയും ഈ പ്രശ്നം കൂടെ അല്ലാണ്ട് കുറയാൻ പോകുന്നില്ല. ഇത് വലിയ പ്രശ്നമാണല്ലോ. എല്ലാവരും ഡിജിറ്റലിലാണ് ഉള്ളത്, സ്ക്രീനിലാണ് ഉള്ളത്. പാരന്റിങ് നടത്തേണ്ട ആൾക്കാരും ഇതിലാണ് ഉള്ളത്. ഇത് കോമൺ ആയ 5 പ്രശ്നങ്ങളിൽ കോമൺ ആയ ഒരു പ്രശ്നമാണിത്. ഈ പ്രശ്നം ഇങ്ങനെ കുറെ പറഞ്ഞിട്ട് എന്താ കാര്യം? എപ്പോഴും പ്രസംഗത്തിലും ക്ലാസ്സിലും പ്രശ്നം മാത്രം പറയുന്നവരാവരുത് നമ്മൾ ഒരിക്കലും. ചില ആളുടെ എല്ലാം പ്രസംഗം ആത്മഹത്യ ചെയ്ത ഫൗസിയെ കുറിച്ചായിരിക്കും. 3/4 മണിക്കൂർ ആ പ്രസംഗം കേട്ടതിന് ശേഷം ഓരോ പെൺകുട്ടിക്കും മനസ്സിലായി എങ്ങനെ ഒളിച്ചോടാം, എങ്ങനെ ആത്മഹത്യ. അതുപോലെ അതെങ്ങനെ പരിഹരിക്കണം എന്നും കൂടി പഠിക്കണം നമ്മൾ. ഇങ്ങനെ ഒരു സ്ക്രീൻ അഡിക്ഷനാണ് നമ്മളെ നാട് മുഴുവനും. ഇതിനെ എന്താ നമ്മൾ പ്രതിവിധി? 2-3 കാര്യങ്ങളാണ് അതിൻ്റെ ഉത്തരമായിട്ടുള്ളത്. 1,
ഇസ്ലാമിന്റെ ഒരു ശൈലി എന്ന് പറഞ്ഞ വക്കാന ബൈന ദാലിക ഖവാമ എന്ന് പറഞ്ഞ പോലെ ഉമ്മത്തൻ വസത്ത എന്ന് പറഞ്ഞു. ഡിജിറ്റൽ കാലത്ത് കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മൾ പുറത്താക്കപ്പെടും എന്നല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഒരു കാരണവശാലും മൊബൈൽ തൊടരുത്. നമ്മളെല്ലാം പണ്ട് ചെമ്മിണി വിളക്കിലാണ്. അന്ന് CFL ഇല്ല ചങ്ങൈമാറെ, അന്ന് ബൾബുണ്ടാ, അന്ന് ആകെ CFL മറ്റേ ചെമ്മിണി വെറുതെ ഡയലോഗുകൾക്കല്ല. നമ്മളാണ് ഇപ്പൊ ചെറുതെങ്കിൽ ഐഫോൺ ഉപയോഗിക്കോ ഇല്ലയോ? ഉപയോഗിക്കും. ഇതെന്ത് അങ്ങനെ പറയും? പ്രായോഗികമായ രീതി മാത്രം പറയണം. മൊബൈൽ തൊട്ടുപോകരുത്. എന്നിട്ട് പിറ്റേന്ന് എത്ര സമയം ഞാൻ വിളിക്കും, നീ എന്താ എടുക്കാത്തെ? ഇന്നലെ പറഞ്ഞ മൊബൈൽ തൊട്ടുപോകരുത്. കുടുങ്ങിയില്ല നമ്മള്. ഏതുപോലെ ഒരു 2 വയസ്സുള്ള കുട്ടീനെ നമ്മൾ തന്നെ പേടിപ്പിക്കുക, പൂച്ച 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 എന്നിട്ട് പേടിപ്പിച്ചു. ആ കുട്ടി പിറ്റേ ദിവസം നമ്മൾ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഉമ്മ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി കരയുന്നുണ്ട്. എന്താണ് കരയുന്നത്? ചട്ടകം എടുത്തിട്ട് ഇങ്ങനെ പോയി നോക്കുമ്പോൾ പൂച്ചനെ കണ്ടിട്ടാ കരയും. ഒരു പൂച്ചനെ കണ്ടിട്ടാ കരയും. ശരിയാണ്. അപ്പൊ ഈ പൂച്ചനെ ആരെ ഇന്നലെ പേടിപ്പിച്ചത്? നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ 2 മദ്ഹബാവരുത്. ഒന്നിക്ക് ഷാഫി അല്ലെങ്കിൽ ഹനഫി, രണ്ടും ചെയ്യാൻ പാടില്ല. കുട്ടികൾ കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഉമ്മ ഒരു കുട്ടിയെ കുറച്ച് സ്ട്രോങ്ങിൽ ശകാരിക്കുമ്പോൾ ഉമ്മാമ വിളിച്ചിട്ട്, വാ മോനെ വാ, എൻ്റെ ഉമ്മ വെറും അങ്ങനെ തന്നെയാണ്, അങ്ങനെ പറഞ്ഞ് കൊടുക്കാൻ പാടില്ല. ഉമ്മാമ സെഞ്ചുറി അടിച്ചിട്ട് നാളെ ഔട്ടാകേണ്ടതാണ്. ഈ ഉമ്മയാണ് ഈ കുട്ടീനെ പോറ്റേണ്ടത്. വെറുതെ അപ്പണിക്ക് വെക്കരുത്. ആ കുട്ടിനോട് ഈ ഉമ്മാമ പറഞ്ഞു കൊടുക്കേണ്ടത്, മോൻ നന്നാൻ വേണ്ടിട്ടല്ലേ മോൻ്റെ ഉമ്മ അങ്ങനെ പറയും, മോന് ഉമ്മയോട് അങ്ങനെ പറയാൻ എത്ര വിഷമമുണ്ടോ, അങ്ങനെയാ പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മളെ വീട്ടിൽ 2 മദ്ഹബ് ഉണ്ടാവരുത്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാനും വേറൊരാളും കൂടി മുദരിസ് ഉള്ള ദർസ്, എന്നിട്ട് ആ ഉസ്താദിനെ ഞാൻ കുറ്റം പറയാം, അല്ലെങ്കിൽ ഞാനും വേറൊരാളും കൂടി കോളേജിൽ അധ്യാപകൻ ആ സാറെ കുറ്റം പറയാം, അത് പറ്റൂല. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്നുണ്ട്, ഈ ബഹുമാനിക്കപ്പെടേണ്ട എല്ലാവരോടുള്ള ബഹുമാനം നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അത് വളരെ പ്രധാനമാണ് സംഭവം. ഉദാഹരണത്തിന് ഉമ്മാന്റെ സ്ഥാനത്താണ് ഇസ്ലാമില് ഉമ്മാന്റെ ഏട്ടത്തി അനിയത്തിമാര്. ഇവിടെ എന്താ പറയല്? മുത്തമ്മളേമ തന്നെയല്ലേ? അതെ. അൽ ഖാലത്തു ബി മൻസിലത്തിൽ ഉമ്മി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മ ഇളയമ്മ, അവരോട് അടിപൊളി ബന്ധാവാൻ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. കല്യാണം കഴിച്ചപാട് ചെക്കന്മാരോട് നമ്മൾ പറയണം, നീ ഭാര്യനെ കൂട്ടിയിട്ട് ബീച്ചിലും വേറെ പല സ്ഥലത്തും പിക്നിക്കിനെല്ലാം പോയല്ലോ, നീ മൂത്തമ്മാൻ്റെ അടുത്ത് പോയിട്ടില്ലേ? എന്താ നല്ല ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിയിട്ട് ഉപ്പാപ്പനെയും മൂത്തമ്മാനെ. ഇതാരാ പറഞ്ഞു കൊടുക്കേണ്ടത്? ഉമ്മയെ പറഞ്ഞു കൊടുക്കേണ്ടത്. പക്ഷെ നമ്മളെ നാട്ടിൽ ഉമ്മമാര് നേരെ ഉൾട്ടയാണ്. നീ എവിടെ പോകുന്നു? മൂത്തമ്മാൻ്റെ അടുത്ത് ഇളയമ്മാൻ്റെ അടുത്തോ? എവിടെ പോകുന്നു? അടുത്തേക്കാ? ആ ശരി, പോകുന്നതെല്ലാം ശരി. 2 കാര്യം. ഒന്ന്, വലിയ കെട്ടൊന്നും വാങ്ങണ്ട കേട്ടോ. ആകെ ഒരു ബത്തക്കയും 1 കിലോ നീന്തർത്തത് 100 റുപ്യ ആവും ചെയ്യില്ല, 78 റുപ്യ ആവുള്ളൂ. ഒരു പാക്കറ്റ് ഫുള്ളാവും ചെയ്യും. വലിയ ബത്തക്കയും. ഈ കുട്ടി എന്താ ഇപ്പൊ പഠിച്ചത്? 2, പിന്നെ മൂത്തമ്മാൻ്റെ അടുത്താ പോകുന്നതെന്നുള്ള ഓർമ്മ വേണം. നല്ലോണം ഫിറ്റിങ് ഫസാദും ഗൈബത്ത് പറയുന്ന മൂത്തമ്മയാണ്. ശ്രദ്ധിച്ചോ, സൂക്ഷ്മത ഇല്ലാത്ത ആളാണ്. അപ്പൊ ഈ ഉമ്മ ഇപ്പൊ മൂത്തമ്മാനെ കുറിച്ച് എന്താ പറയും? ദലായിൽ ഖൈറാത്ത അത്തപ്പ പറയണത്. ഈ കുട്ടി എങ്ങനെ നന്നാവല്? ഗസാലി ഇമാമിന്റെ എത്ര കാലം മുമ്പുള്ള ചോദ്യം. എങ്ങനെ പിള്ളേർ നന്നാവല്? ഉപ്പാന്റെ സ്ഥാനത്താണ് ഇസ്ലാമിൽ ഉപ്പാന്റെ സഹോദരന്മാർ. അമ്മ എന്നാണ് അവരെ കുറിച്ച് പറയുന്നത്. എന്ന് മാത്രമല്ല, ഇസ്ലാമിലെ ഉപ്പാന്റെ ജ്യേഷ്ഠനഞ്ചന്മാരല്ല, ഉപ്പാന്റെ സുഹൃത്തുക്കളെ തന്നെ നമ്മൾ ബഹുമാനിക്കണം, സ്നേഹിക്കണം. ഉപ്പാനോട് സ്നേഹം ഉണ്ടെങ്കിൽ. ഉദാഹരണം പറഞ്ഞാല്, സയ്യിദുന അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഒരു വഴിയിലൂടെ കുതിരപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പ്രായമുള്ള ഒരു മനുഷ്യനെ കണ്ടു. മഹാനവറുകൾ വേഗം താഴെ ഇറങ്ങി, എന്നിട്ട് തൻ്റെ തലപ്പാവ് ഊരിയിട്ട് അവർക്ക് വെച്ചു കൊടുത്തു. എന്നിട്ട് കുതിരനെ ഹദിയായിട്ട് കൊടുത്തു. സന്തോഷിപ്പിച്ചു വിട്ടു. ആരോ ചോദിച്ചു, അബ്ദുല്ലാഹി തങ്ങളോട് റളിയല്ലാഹു അൻഹുമ ചോദിച്ചു, എന്താ അങ്ങനെ ഓറെ ഭയങ്കരമായിട്ട് പരിഗണിക്കാൻ കാരണം? അപ്പോൾ മഹാനവറുകളുടെ മറുപടി, അത് സാധാ ഒരാളൊന്നും നീ വിചാരിക്കണ്ട കേട്ടോ, അത് എൻ്റെ ഉപ്പാന്റെ സുഹൃത്താണ്, എൻ്റെ ഉപ്പ ഉമറുള്ളാന്റെ സുഹൃത്താണ്. ഇന്ന അബറൽ ബിർറു, ഉപ്പാനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ് ഉപ്പാന്റെ സുഹൃത്തുക്കളോടുള്ള സ്നേഹം നിൽക്കണം. ഇസ്ലാം. അപ്പൊ നമ്മളെ വീട്ടിന്റെ വാതിൽക്കൽ റമദാനിലൊക്കെ സാധുക്കൾ വരുമ്പോൾ
എല്ലാവർക്കും 5 രൂപയും 10 രൂപയാണ് കൊടുക്കാറെങ്കിൽ നമ്മളെ ഉമ്മാമ അല്ലെങ്കിൽ ഉമ്മ ജീവിച്ചിരിപ്പുള്ള കാലത്ത് ഇന്ന സ്ഥലത്തു നിന്ന് വന്നാൽ നമ്മൾ 50ഉം 100ഒക്കെ കൊടുക്കലുണ്ട്. അവരിപ്പം വന്നാൽ ഉമ്മ മരിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ കൊടുക്കുന്നത് വലുത് തന്നെ ആയിരിക്കണം. അത് അപ്പോൾ ഉമ്മാരെ ഖബറിൽ ഭയങ്കര സന്തോഷമുണ്ട്. കണ്ട എൻ്റെ മോനെ കണ്ട, അത് വലിയ കാര്യം. നമ്മള് കവാമായിരിക്കണം എന്ന് പറഞ്ഞാൽ തീരെ ഫോൺ ഉപയോഗിക്കണ്ടെന്ന് ഈ കാലത്തെ കുട്ടികളോട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആ ഉപയോഗിക്കുന്നത് ഇസ്ലാമാവുക. ക്ലാസ്സുകൾ കേൾക്കാൻ, തജ്വീദ് പഠിക്കാൻ, ഖുർആൻ പഠിക്കാൻ, വഅള് കേൾക്കാൻ, നല്ല ആശയങ്ങളുള്ള കഥകൾ കേൾക്കാൻ, അത്തരം ധാരാളം സംവിധാനങ്ങൾ യൂട്യൂബിലും മറ്റു സംവിധാനങ്ങളിലൊക്കെ ഉണ്ട്. അത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുക. നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുക. അതാണ് നമ്മളിൽ ഉണ്ടാവുന്നത്. എന്നാലേ അതിന് ഫലം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സ്ട്രോങ് ആക്കിയിട്ട് ഒന്നും ഉപയോഗിക്കണ്ട എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യം